അസ്സലാമു ഗൈസ്, AR ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡുവൽ ക്യാമറ ടെൽസിൽ എന്ന കമ്പനിയുടെ ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു 4G സ്മാർട്ട് വാച്ച് കൂടിയാണ്, ഫുൾ നെറ്റ്വർക്ക് കണക്ഷന്. മാത്രമല്ല ഈ ഒരു ബോക്സിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് 3 സ്ട്രാപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു അടിപൊളി മോഡൽ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ഫുൾ അൺബോക്സിങ് ആൻഡ് റിവ്യൂ മോഡലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു മോഡൽ പുതിയ സ്റ്റോക്ക് എത്തിയതാണ്, ലിമിറ്റഡ് സ്റ്റോക്ക് ആട്ടോ. അപ്പോൾ വേണ്ടവർ ആദ്യം തന്നെ പറഞ്ഞ് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളി. ഓക്കെ, ടെൽസിൽ എന്നാണ് വാച്ചിന് ബ്രാൻഡ് നെയിം. ടെൽസിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു അടിപൊളി ബ്രാൻഡ് തന്നെയാണ് സ്മാർട്ട് വാച്ചിൻ്റെ സീരീസിൽ. മാത്രമല്ല ഫ്രണ്ടിൽ നമുക്ക് ക്യാമറ വന്നിട്ടുണ്ട്, ബാക്കിൽ നമുക്ക് ഒരു ഗ്രാഫിക്കൽ ഇമേജ് അവർ ആഡ് ചെയ്ത് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ TC4G എന്ന അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 3 സ്ട്രാപ്സ് നമുക്ക് കാണുന്നുണ്ട്. മാത്രമേ ഫുൾ ഫംഗ്ഷൻ നെറ്റ്വർക്ക് കണക്ഷൻ എന്നൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് നെയിം ടെൽസിൽ എല്ലാ ഏരിയയിലും അവർ കാണിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഫീച്ചേഴ്സ് എന്നെ സൈഡ് ഭാഗത്ത് അവർ ബോക്സിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി, മാത്രമല്ല ഒരു IP67 വാട്ടർ പ്രൂഫ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഒരു 4G വാച്ചും കൂടെയാണ് ടെൽസിൻ്റെ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. 1GB 64GB സ്റ്റോറേജ് ആൻഡ് റാം വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്കിതിൽ GPS അടക്കം യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് നമുക്കിതിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, എല്ലാ ഫീച്ചറും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മെയിനായിട്ട് ഇതിൻ്റെ ബോക്സ് സൈഡ് നമുക്ക് പരിചയപ്പെടുത്തും. ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. ബാറ്ററി ബാക്കപ്പിൽ രാജ എന്ന് നമുക്ക് പറയാം. 4G വാച്ച് ഒരുപാട് ആളുകൾ ബാറ്ററി ബാക്കപ്പ് കുറവാണ് പറയേണ്ടത്. ബട്ട് നമുക്ക് TK5 സീരീസിലേക്കാളും ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ ഒരു നല്ലൊരു ബാക്കപ്പ് വരുന്നൊരു അടിപൊളി സ്മാർട്ട് വാച്ച് തന്നെയാണ് ടെൽസിയിൽ അവർ കുതിച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. നല്ല ഡീസൻറ്റ് ബോക്സിലാണ് നേരത്തെ പരിചയപ്പെടുത്തി. ബോക്സ് സൈഡ് കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ടെൽസിൽ ബ്രാൻഡ് നെയിം, ഒരു ഗ്രാഫിക്കൽ ഇമേജ്, അത് വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യാം, ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് യൂസർ മാനുവലിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ഫുൾ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എങ്ങനെ യൂസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മറ്റു 2 ലാംഗ്വേജിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്ക് ഫസ്റ്റ് ടൈം ഡിവൈസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് 2 പിൻ മോഡൽ ചാർജർ ഉണ്ട്, ഓറഞ്ച് കളർ സ്ട്രാപ്പ്, ഒരു പിങ്ക് മോഡൽ, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്. ടോട്ടൽ നമുക്ക് 3 സ്ട്രാപ്സ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡിജിറ്റൽ ഒരു ഗ്രാഫിക്കൽ ഇമേജ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് നെയിമും വാച്ചിൻ്റെ നെയിമൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് പ്രൊട്ടക്ഷൻ അവർ ജസ്റ്റ് ഒരു ഗ്ലാസ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സീരിയൽ നമ്പറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കൂടെ വന്നിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ വാച്ച് നഷ്ടപ്പെട്ട ID വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് സീരിയൽ നമ്പറിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈസ് കാണാൻ പറ്റും. നല്ല അടിപൊളി ഡിസൈൻ, ഒരു ഒറിജിനൽ അൾട്രാ ഒരു ഡിസൈൻ ഏകദേശം ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യം നല്ല ബെസലിൽ വരുന്നൊരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ മേലെ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ നോച്ച് ക്യാമറ, അതാണ് ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത്. നോച്ച് ടൈപ്പ് വരുന്നതിന് അടിപൊളി ക്യാമറ ഓപ്ഷനാണ് ഈ മോഡൽ. സൈഡ് നമുക്ക് സാധാ സ്മാർട്ട് വാച്ച് വരുന്ന പോലെ തന്നെ സ്ക്രോളിംഗ് ഓപ്ഷൻ, ഒരു മൈക്ക്, എക്സ്ട്രാ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. തൊട്ട് താഴെ കാണാൻ പറ്റുന്ന സ്പീക്കറിൻ്റെ ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് സ്പീക്കറിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. 4 ഡോട്ട് ഹോളിലാണ് നമുക്ക് സ്പീക്കർ ഓപ്ഷനും. സൈഡിലുള്ളത് ഇത് ആക്ഷൻ ബട്ടൺ അല്ല, ഇതിൻ്റെ സിം ട്രേ ആണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നഖം ഉണ്ടെങ്കിൽ ജസ്റ്റ് വലിച്ച് കഴിഞ്ഞാൽ ഇതാ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നമുക്ക് സിം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 4G സിമ്മാണ് നമുക്ക് ഈ ഒരു മോഡൽ സപ്പോർട്ടിങ് വരുന്നത്. ജസ്റ്റ് സിം നാനോ സിം, ഏറ്റവും മൈക്രോ ആയിട്ട് വരുന്ന നാനോ സിം നമുക്ക് ഇതിൽ യൂസ് ചെയ്ത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് പരിചയപ്പെടുത്തുന്നത് ടെൽസിലെ ഒരു ബ്രാൻഡ് നെയിമിങ് കാണാൻ പറ്റും. 4 സ്ക്രൂ ഓപ്ഷൻ, അൾട്രയിൽ വരുന്ന രീതിയിൽ 4 സ്ക്രൂ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ കാണാൻ പറ്റും. മാത്രമല്ല തൊട്ട് താഴെ ഇതിൻ്റെ സെൻസർ, ഇതിൻ്റെ ചാർജിങ് ഓപ്ഷൻ. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്യാബിളൊന്ന് വെച്ച് പരിചയപ്പെടുത്തരാം. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചറിങ് അല്ലെങ്കിൽ ജസ്റ്റ് സൈഡിലെ ഹാർട്ട് റേറ്റ് അതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാബിൾ തന്നെ. മാത്രമല്ല നല്ല പവർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് എവിടെ വെച്ച് പോയി കയ്യിൽ തട്ടി കഴിഞ്ഞാലൊന്നും അങ്ങനെ വ്യൂവിൽ അത്യാവശ്യം നല്ലൊരു മാഗ്നറ്റിക് പവർ നമുക്ക് ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു പിങ്ക് കളർ ഡിഫറെൻറ്റ് കളറാണ് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നു. വളരെ വെയിറ്റ്ലെസ് എന്ന് പറയറ്റും, കൂടുതൽ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയാൽ തന്നെ നമുക്ക് കയ്യിലുള്ളതായിട്ടറിയില്ല, അത്രയ്ക്കും വെയിറ്റ്ലെസ് പ്രോഡക്റ്റ് തന്നെയാണ്. ഈ സൈഡത്തെ ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആവും. ഒക്കെ ടെൽസിൽ ബ്രാൻഡിങ് നെയിം കാണാൻ പറ്റും. ഈ ടെൽസിലിൻ്റെ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാറ്ററി ബാക്കപ്പ് IP67 കമ്പനി ഒരു നല്ലൊരു വാട്ടർ പ്രൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. മറ്റുള്ള വാച്ചും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. മാത്രമല്ല ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ്. അപ്പോൾ ബൂട്ടിങ് ഏകദേശം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. എന്നാലും ഫാസ്റ്റായിട്ട് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഞാൻ ഓൾറെഡി ഞാൻ അൺബോക്സിങ് ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടി അൺബോക്സിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ലോക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കിതിൽ ഫേസ് ഐ ഡി ലോക്ക്, ഫ്രണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് ഫേസ് ഐ ഡി ലോക്ക് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ്. ജസ്റ്റ് വാച്ച് ഓപ്പൺ ആയിട്ടുണ്ട്, ടൈം കാണാൻ പറ്റും. 24 നമുക്ക് ചേഞ്ച് ചെയ്യാം, 12 ഹവറൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ലോക്കിലാണ്. ഞാനൊരു പിൻ കോഡ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് 2 ഓപ്ഷനാണ്. ഫേസ് ഐ ഡി നമുക്ക് പിൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പിന്നൊന്ന്
നെക്കിയാണ് ഓൺ ആക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇത് ഫേസ് സൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ് സൈഡ് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ഉള്ള ഏരിയയിൽ നമുക്ക് ഫേസ് സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫേസ് സൈഡ് നമുക്ക് വർക്ക് ചെയ്യുന്നത് നമുക്ക് രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം നല്ലൊരു കൂടി LCD ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ്. ജസ്റ്റ് സൈഡ് ബട്ടൺ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈവ് വാച്ച് ഫേസ് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന വാച്ച് ഫേസ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എല്ലാം ഓടിച്ചിട്ട് കാണിക്കുന്നത്. ഏകദേശം 10ഓളം വരുന്ന വാച്ച് ഫേസ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ. ഇതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വാച്ച് ഫേസ് ആണ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട്. ഏകദേശം സീരീസ് 8ൽ ഇപ്പോൾ പുതിയ ഇറങ്ങിയ 9ലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരുപാട് ഫേസ് നമുക്കിതിൽ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫീച്ചർ അങ്ങനെ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു മോഡലല്ല, കാരണം ഒരു പക്ക ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. മുകളിൽ നിന്ന് അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും മെയിൻ കൺട്രോൾ സെൻറ്റർ ആണ്. അപ്പോൾ ഒരു സ്മോളിൽ വരുന്ന രീതി നമുക്ക് ഫസ്റ്റ് മേലെ തന്നെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മേലെ നമുക്ക് സിം ഏതാ കാണിക്കും, അതുപോലെ തന്നെ ചാർജിൻ്റെ കപ്പാസിറ്റി എത്ര ഉണ്ട്, ചാർജിൻ്റെ പെർസെൻറ്റേജ് എത്ര ഉണ്ട്, അതുപോലെ തന്നെ ഫീച്ചറിന് ഡാറ്റ വന്നിട്ടുണ്ട്, എയർപോഡ് മോഡ് വന്നിട്ടുണ്ട്, എയറോപ്ലെയിൻ മോഡ് വന്നിട്ടുണ്ട്, അപ്പോൾ തന്നെ പവർ സേവിംഗ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, സൈഡിൽ നീക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻ. ഓക്കെ, ഇത്രയും ഫീച്ചറാണ് മെയിൻ ആയിട്ടുള്ള ഒരു കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇടത് ഭാഗം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫീച്ചറാണ് ജസ്റ്റ് സ്പ്ലിറ്റ് ഓപ്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ബ്ലൂടൂത്ത് സ്മാർട്ട് വാച്ചിലേക്ക് വന്ന ഒരു ഫീച്ചർ തന്നെയാണ് സ്പ്ലിറ്റ് ഓപ്ഷൻ. ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലത് ഭാഗത്ത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെനു സെയിലേക്കാണ്. അടിഭാഗത്ത് നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചറൊന്നും നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് മെനു സെയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ സൈഡത്തെ ഒരു സ്ക്രോളിംഗ് പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് ഇതിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ഇതിൻ്റെ മെനു സ്റ്റൈലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഡബിൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെനുസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏകദേശം 7ഓളം വരുന്ന 6 മെനുസിൽസ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ്. ഡിഫറൻ്റ് ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് അടിപൊളി രീതിയിലുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ട് വരുന്ന മെനുസിൽസ് ഉണ്ട്. നമുക്ക് TK4 S8 Ultra TK5 വന്നിട്ടില്ല. ബട്ട് നമുക്ക് ഈ ഒരു മോഡൽ 1GB റാം ആണെങ്കിലും ആ റാമിനനുസരിച്ച് അത്യാവശ്യം നല്ല പവറും ക്വാളിറ്റി തന്നെയാണ് ഈ ടെൽസിയിലെ കമ്പനി നമുക്ക് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു മോഡൽ സ്റ്റോക്ക് തന്നെയാണ് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. ഞാനിപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാൻ പറ്റും. അവിടെ തന്നെ കാണാൻ പറ്റും ഗെയിമും കാര്യങ്ങളൊക്കെ. നോ ലാഗ് എന്നാ പറഞ്ഞിട്ട് ഒരു ലാഗ് കൂടാതെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ യൂട്യൂബ്, അതുപോലെ തന്നെ 2-3 ഗെയിംസും ടർബോൻ്റെ സബ്വേ സർഫ് ഡൗൺലോഡാണ്. അതുപോലെ ഗൂഗിൾ പേ അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഫോൺ എന്നുള്ള ഓപ്ഷൻ. ഇവിടെ തന്നെ നമുക്ക് ഡയൽ പാഡ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്പർ ഡയൽ ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഏറ്റവും താഴെ കാണാൻ പറ്റും കോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻകമിങ് കോൾ, ഔട്ട് ഗോയിങ്, അതുപോലെ തന്നെ മിസ്ഡ് കോൾസ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് സിം ഇട്ട് കഴിഞ്ഞുള്ള ഫീച്ചറുകളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറാണ് ഇതിൻ്റെ സ്ലൈഡ് ഓപ്ഷൻ. ജസ്റ്റ് പരിചയപ്പെടുത്തരാം. ഓക്കെ, ഇടത് ഭാഗം ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബാക്ക് ഓപ്ഷൻ, അതൊരു ഫോണിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ മോഡൽ വന്ന് ജസ്റ്റ് കാണിക്കുന്നതൊക്കെ. ഇടത് ഭാഗം സ്ലൈഡ് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. നല്ല അടിപൊളി ഫീച്ചർ തന്നെയാണ്. എടുത്തു പറയാനുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ മോഡൽ വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ബാക്ക് അടിക്കുന്നത് അതുപോലെ നമുക്ക് ജസ്റ്റ് ഇടത്ത് ഭാഗത്ത് നിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ബാക്ക് ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്പെഷ്യൽ ഫീച്ചർ കേട്ടോ. ഒരു T സീരീസിലാണ് ഫസ്റ്റ് ടൈം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗാലറി വന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലാരിറ്റി കുറഞ്ഞ സമയത്ത് പിക്ക് ചെയ്ത ഫോട്ടോസ് തന്നെയാണ് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. പിന്നെ ക്രോം ബ്രൗസർ വന്നിട്ടുണ്ട്. ക്രോം അല്ല, ഇത് സ്പെഷ്യലായിട്ടുള്ള ഒരു ബ്രൗസർ എന്നുള്ള രീതിയിൽ, അഥവാ ഒരു വാച്ചിൽ വരുന്ന ഇൻബിൽഡ് വരുന്ന ഒരു ക്രോം എന്നുള്ളതിലേക്കാണ് ബ്രൗസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ കോൾ ഹിസ്റ്ററി നമ്മൾ പരിചയപ്പെടുത്തി. പിന്നെ ക്ലോക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട്, സ്റ്റോപ്പ് വാച്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. മ്യൂസിക് നമുക്ക് കൺട്രോൾ ചെയ്യാം, കാരണം 16GB ഇൻ്റർണൽ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള എല്ലാം നമുക്ക് വീഡിയോസ് ആണെങ്കിൽ ഫോട്ടോസ് ആണ് മ്യൂസിക് ആണെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലോക്കൽ സ്റ്റോറേജ് നമ്മൾ പരിചയപ്പെടുത്തി ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. ഫിറ്റ്നസിൻ്റെ കുറച്ച് ഫീച്ചർ വന്നിട്ടുണ്ട്. സൗണ്ട് റെക്കോർഡ് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഹാർട്ട് ബീറ്റ് നമുക്ക് ഇതിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഹാർട്ട് ബീറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു റെഡ് കളർ സെൻസറിൻ്റെ സഹായത്തോടെ ഒരു ഗ്രീൻ കളർ സെൻസറിൻ്റെ സഹായത്തോടെ നമുക്ക് ഹാർട്ട് ബീറ്റ് നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ചെക്കിങ് തന്നെ പ്രോസസ്സ് തന്നെ നമുക്ക് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സെറ്റിംഗ്സ് ആണ്. ഇതിന് ഡീപ്പായിട്ട് പരിചയപ്പെടുത്താണ് ഇതിൻ്റെ ഒരു സെറ്റിംഗ്സ് ഫീച്ചർ. ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും നെറ്റ്വർക്ക് കണക്ഷൻ നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ വൈഫൈ, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട്, മൊബൈൽ നെറ്റ്വർക്ക്, എയറോപ്ലെയിൻ മോഡ്. ഒരു നെറ്റ്വർക്ക് കണക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ തന്നെ നമുക്ക് ഹോട്ട്സ്പോട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് സിമ്മിട്ട് ഇതിലത്തെ ഡാറ്റ നമുക്ക് പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കണക്ഷനാണ്. പിന്നെ ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് ഇതായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. റീസോ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, സോങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് സ്പോട്ടിഫൈ ഒക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻസിൽ കുറച്ച് ഫീച്ചർ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ അലോ ചെയ്യേണ്ടത്, ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ അലോ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും പെർമിഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീച്ചറിൽ തന്നെയാണ് ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് എത്ര 81% ഉണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് പിന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഫീച്ചറൊക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ബ്രൈറ്റ്നസ് നമുക്ക് 16 നമുക്ക് സ്ലീപ്പ് ഓപ്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ഡിഫോൾട്ട് അതിൻ്റെ ഫോണ്ടിൻ്റെ ഒരു സൈസ് എത്ര വേണമെങ്കിൽ കൂട്ടാം കുറക്കാം, എല്ലാ ഫീച്ചറും ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമുക്ക് പവർ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്, ഓഡിയോ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റോറേജ് ഞാൻ പരിചയപ്പെടുത്തി. നമുക്ക് ഇതിൽ 16 GB ആണ് സ്റ്റോറേജ്. ഓൾറെഡി നമുക്ക് സിസ്റ്റം കുറച്ച് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ടോട്ടൽ നമുക്കിപ്പോൾ 5 GB യൂസറാണ്, ബാക്കി ബാലൻസ് 10 GB നമുക്ക് ബാലൻസ് തന്നെയാണ്. ദെൻ സെക്യൂരിറ്റി നമുക്ക് ഗൂഗിൾ പ്ലേ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫൈൻഡ് ഉണ്ട്, ലോക്ക് സ്ക്രീൻ. ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ ഫസ്റ്റ് പരിചയപ്പെടുത്തി. ഫേസ് ID ഒരു ജസ്റ്റ് സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ്, ഒരു വാച്ചിലും വരാത്ത ഫീച്ചറാണ്. നമുക്ക് TC4Gയിൽ ഫേസ് ID ലോക്ക് നമുക്ക് കാണാൻ പറ്റും, നല്ലൊരു ഫീച്ചർ തന്നെയാണ്. സ്മാർട്ട് ലോക്ക് ആയിട്ടുള്ള നൈസായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്ലൈഡ് ലോക്ക് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സിസ്റ്റാണ്. അപ്പോൾ ഓൾറെഡി ഇതിലുള്ള ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ആൻഡ്രോയിഡ് 8.1.0 എന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഓപ്പറേഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അബൌട്ട് വാച്ച് കാണാൻ പറ്റും, TC4G വാച്ചിൻ്റെ നെയിം, പിന്നെ മോഡൽ നെയിം നമുക്ക് കാണാൻ പറ്റും. വയർലെസ് അപ്ഡേഷൻ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്, മോഡൽ നെയിം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് എല്ലാ കാര്യം EMI നമ്പർ, അതുപോലെ തന്നെ UP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ, വൈഫൈ എല്ലാ നമ്പർ, സീരിയൽ നമ്പർ, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റസിൽ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. മോഡൽ നെയിം വന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് നമുക്ക് വേർഷൻ ജസ്റ്റ് അതിൽ നിന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ആൻഡ്രോയിഡ് ഏതാണ് വേർഷൻ ഒന്ന് പരിചയപ്പെടുത്തരാം. നമുക്ക് ഒറിയോ ആൻഡ്രോയിഡാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. 8.1.0 ഒറിയോ വേർഷനാണ് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റാം വേരിയൻറ്റ് വന്നിരിക്കുന്നത് 1 GB റാമിലാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. DW സീരീസിൽ തന്നെയാണ് പ്രൊഡക്റ്റ് കമ്പനി പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഫീച്ചറും നമുക്ക് ഇവിടെ തന്നെ സെറ്റിങ്സിൽ അറിയാൻ പറ്റും. റീസെറ്റ്, ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നെക്സ്റ്റ് മോറിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ആൻസറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഫീച്ചറാണ്. ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഫുൾ അപ്ഡേഷനൊക്കെ വാട്സപ്പ് യൂട്യൂബിൽ തന്നെ നമ്മുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്ഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്ലേ സ്റ്റോർ നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. പുറത്തുനിന്നുള്ള അഥവാ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം, യൂസ് ചെയ്യാം. കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാം വന്നിട്ടുണ്ട്, സ്നാപ്ചാറ്റ് വന്നിട്ടുണ്ട്, PUBG വരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം 1 GB റാമിലാണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ടുള്ള നോർമൽ ഒരു വെൽ പ്ലാൻ നമുക്ക് ഒരു മോഡലിൽ വന്നിട്ടൊക്കെ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്, ഗൂഗിൾ വന്നിട്ടുണ്ട്. ഗൂഗിളിൽ തന്നെ നമുക്ക് ക്രോം സീരീസിലായിട്ട് ഫീച്ചറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഗൂഗിളിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മോഡലിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഇതിൻ്റെ ഒരു ക്യാമറ ഓപ്ഷൻ, ഡുവൽ ക്യാമറ ഓപ്ഷനൊക്കെ. നമുക്ക് ബാക്ക് ക്യാമറ വന്നിട്ടുണ്ട്, ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇത് ബ്രൈറ്റ്നസ് ഓവർ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ക്ലാരിറ്റി ജസ്റ്റ് കുറഞ്ഞിരിക്കുന്നതൊക്കെ. ഈ രീതിയിൽ നമുക്ക് ബാക്ക് ക്യാമറ കൊണ്ട് നമുക്ക് ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫ്രണ്ട് ക്യാമറ നമുക്ക് ഇതിൽ തന്നെ നൈസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ കാണാൻ പറ്റും. ഈ രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. ഇതുപോലത്തെ നമുക്ക് ഫ്രണ്ട് ക്യാമറ ആണ്, വളരെ സിമ്പിളായിട്ട്. ബ്രൈറ്റ്നസ് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ എടുക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് സൈഡിൽ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന ക്ലാരിറ്റി, ബ്രൈറ്റ്നസ് ഓവറായിട്ട് തിങ്ങായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോസ് കാണാൻ ഇവിടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ QR കോഡ് സ്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഉള്ളതുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്ത് വരെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒരു യൂട്യൂബ് ഫീച്ചറും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. 1 GB റാം ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നുമില്ല, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഈ ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് ഒരു വീഡിയോ ഒന്ന് വാച്ച് ചെയ്തൊന്ന് കാണിച്ചു തരാം. മാത്രമല്ല 1080 FPS വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊരു പിക്സൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഫീച്ചർ തന്നെയാണ്. നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഫോണിൽ വരുന്ന സിസ്റ്റം പോലെ നമുക്ക് യൂട്യൂബ് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അത്യാവശ്യം നല്ലൊരു നോർമൽ നല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് എന്ന് പറയുന്നില്ല, എന്നാലും നമുക്കൊരു വാച്ചിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി അവർ ഇതിൽ ഇൻബിൽഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഒക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ സൗണ്ട് ഇവിടെ ക്യാൻസൽ ചെയ്തത്. ഇതുപോലെ നമുക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫാസ്റ്റിൽ നമുക്കിതിൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഡാറ്റ ഇതിൽ യൂസ് ചെയ്തിരുന്നു, വൈഫൈയിലാണ് ഡാറ്റ യൂസ് ചെയ്തിരുന്നത്. സിം ഇതിട്ട് യൂസ് ചെയ്തിട്ടില്ല. സിം ഇട്ടാലും ഇതിനെക്കാട്ടിലും ഫാസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ ജസ്റ്റ് എൻ്റെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് വഴി വൈഫൈ വലിച്ച് കണ്ടാണ് അപ്പോൾ ജസ്റ്റ് ഡാറ്റ കാണിക്കുക. അപ്പോൾ ഈ സിം ഇട്ട് കഴിഞ്ഞാൽ ഇതിലേറെ ഫാസ്റ്റ് ആയിട്ട് നല്ല റേഞ്ചിൽ ഏരിയയാണ്, നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസിങ് നമുക്ക് ഇതുപോലെ നമുക്ക് ഷോർട്സ് കാരണമൊക്കെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ തന്നെയാണ് നമുക്കൊരു മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല ബാറ്ററി ഒക്കെ ഇപ്പോൾ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ലുക്ക് വരുന്നൊരു അടിപൊളി മോഡൽ സ്മാർട്ട് വാച്ചിനാണ് TC4G എന്നൊരു മോഡൽ. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളി. അങ്ങനെ കുറഞ്ഞ സ്റ്റോക്കുകൾ മാത്രമല്ല വരുന്നവരൊക്കെ നേരെ പർച്ചേസ് ചെയ്ത് പോകുന്നതായിരിക്കും, കാരണം കൂടുതൽ നിൽക്കില്ല. ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ ഒരു ടീമിൻ്റെ അടുത്തുള്ള നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, അതാണ് സ്പെഷ്യലി. ഓക്കെ, ജസ്റ്റ് ഞാൻ ടർബോ എന്നൊരു ഗെയിം ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു
പ്ലേ മേക്കിംഗ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ ഗെയിം കളിക്കുമ്പോൾ എങ്ങനെ ഇതിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിരാം. ഓക്കെ, ഗെയിം ജസ്റ്റ് സ്റ്റാർട്ട് അടിക്കുന്നു, 1 വേ അടിച്ചു. ഓക്കെ, ഗെയിം പ്ലേ ആണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും ഒരുപാട് സ്മാർട്ട് വാച്ച് 4G കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്ക് ഈ 1GB റാം തന്നെ ഈ ഒരു രീതിയിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഒരു മോഡലിൽ ഗെയിം വരെ കളിക്കാൻ പറ്റും. കാണാൻ പറ്റും, വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഒരു സ്മൂത്തോ ഒരു ലാഗോ കാര്യങ്ങളും കൂടാതെ ഒരു ലാഗും കൂടാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ഗെയിം കാണാൻ പറ്റും. ഞാൻ ഒരു ഗെയിമും കൂടെ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. സബ്വേ സർഫാണ് നെക്സ്റ്റ് ഗെയിം, അതും കൂടെ കാണിച്ചു തരാം. ഞാൻ ബൂട്ടിങ് ടൈം കുറച്ച് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഫാസ്റ്റ് ആക്കുന്നത്. മാത്രമല്ല വീഡിയോയുടെ ലെങ്ത്തും കൂടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്തു. കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് ഏത് ഗെയിമാണെങ്കിലും ഇപ്പോൾ സബ്വേ സർഫാണ് കളിക്കുന്നത്, വളരെ സ്മൂത്തായിട്ടുള്ളൊരു പ്ലേ മേക്കിംഗ് തന്നെ കാണാൻ പറ്റും, വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ഈ രീതിയിൽ ഒരു ലാഗും കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക ഫാസ്റ്റായിട്ട് നമുക്ക് ഒരു ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ അടിപൊളി ഓപ്ഷൻ തന്നെയാണ് TC4G എന്ന ഒരു മോഡൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഡുവൽ ക്യാമറ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറാണ്. മാത്രമല്ല ഗെയിമും കാര്യങ്ങൾ ഏത് ആപ്ലിക്കേഷൻസിൻ്റെ പ്രോസസ്സ് ബൂട്ടിങ് കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി മോഡലാണ് TC4G മോഡൽ വന്ന്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായാലും നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത ബാക്കിൽ ക്യാമറ വന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ പേ നമുക്ക് സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു ഫീച്ചറാണ്, സ്കാൻ ചെയ്ത് നമുക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി ഒരു ഫോൺ ഡിവൈസായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മോഡലിൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, ഒരു പ്രോഡക്റ്റ് നമ്മളടുത്ത് പുതിയ സ്റ്റോക്ക് എത്തിയതാണ്, നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല ഹൈ ക്വാളിറ്റി, നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, ഇതിൻ്റെ ബട്ടൺസ് കാരണം നല്ല വർക്കിങ്, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആ ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ സൈഡത്തെ ബട്ടൺ നമുക്ക് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒരു ഐക്കൺ, ഒരു കോഡ് വരുന്നുണ്ട്. ഇവിടെ തന്നെ കാണുന്നത് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റാണ് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ. പിന്നെ ഓൾ ക്ലിയർ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ നമ്മൾ ഈ മോഡൽ സെയിൽ ചെയ്യുന്നത്. മാത്രമല്ല എല്ലാ ഫീച്ചറും എല്ലാ ക്വാളിറ്റി ഉൾപ്പെടുത്തിയ ഒരു അടിപൊളി മോഡൽ തന്നെയാണ് TC4G ടെൽസിൽ എന്ന കമ്പനിയുടെ. നമുക്ക് മെയിനായിട്ട് എടുത്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. കാരണം മറ്റൊരുപാട് മോഡൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ബാറ്ററി ബാക്കപ്പ് ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല 3 സ്ട്രാപ്സ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റഡ് വീഡിയോക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.